ഇന്നത്തെ ലഞ്ച് വിഭവങ്ങളിലെ മെയിൻ താരം ഈ ചെമ്മീൻ കറിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ മോരുകറി ഉണ്ടാക്കുന്നുണ്ട്. മോരുകറി നമ്മുടെ നാട്ടിൽ പെരുന്നാളിലൊക്കെ ഉണ്ടാക്കില്ല, അതേ സ്റ്റൈലിലാണ് ചേമ്പിട്ട് നാളികേരമൊക്കെ അരച്ചിട്ട്. ഒപ്പം തന്നെ ചെമ്പ് പുഴുക്കുണ്ട്, മീൻ പൊരിച്ചതും ഓംലേറ്റും ഉണ്ട്. ഓംലേറ്റ് ഇതേപോലെ ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ ഉലുവ പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് തക്കാളിയും ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം ചെമ്മീൻ ഇട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. നാളികേരത്തിലേക്ക് പെരിഞ്ചീരകവും ചുവന്നുള്ളിയും ചേർത്ത് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ലോയിലാക്കി നമുക്കിതിലേക്കുള്ള താളിപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ സ്റ്റൈലിലുള്ള അടിപൊളി ചെമ്മീൻ കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറി തയ്യാറാക്കാം. അതിനായി ചേമ്പ് കട്ട് ചെയ്തത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം തൈരും നാളികേരവും പെരിഞ്ചീരകവും ചേർത്ത് നന്നായി അടിച്ചതിലേക്ക് ഒഴിച്ച് ഒരു താളിപ്പും കൂടി ഉണ്ടാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറിയും അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കുറുകിയിരിക്കുന്ന മോരുകറിയാണ്. ഒപ്പം തന്നെ അതവിടെ നമ്മൾ ചേമ്പ് പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻ പൊരിച്ചിട്ടുണ്ട്, ഓംലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ കൂടെ വൈറ്റ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. എല്ലാ ദിവസവും ഓട്ട ചാവൽ കഴിച്ച് കഴിഞ്ഞാൽ വയറ് ചാടുമെന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ അത് അടിപൊളി ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.